നമ്മൾ കൊൽക്കത്തയിലെ വിശേഷമാണ് കണ്ടതെങ്കിൽ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അവിടെ സ്ട്രോങ് റൂം വിവാദം സ്ട്രോങ് ആയി തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ നെന്മാറയിലും സ്ട്രോങ് റൂം വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നട്ടെല്ലായ ജനഹിതം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം അത്ര എളുപ്പം ആർക്കും തുറക്കാൻ കഴിയുന്നതാണ്. കാണാം, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ട്രോങ് ആണോ സ്ട്രോങ് റൂം? സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പാലക്കാടും കോഴിക്കോടുമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. എന്താണ് സ്ട്രോങ് റൂം, എന്താണ് മെറ്റീരിയൽ റൂം? പരിശോധിക്കാം. വോട്ട് ചെയ്ത വോട്ടിംഗ് യന്ത്രങ്ങൾ, അതായത് EVM, VVPAT എന്നിവ സൂക്ഷിക്കുന്ന അതീവ സുരക്ഷാ മേഖലയാണ് സ്ട്രോങ് റൂം. ഇത് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സീൽ ചെയ്തു കഴിഞ്ഞാൽ വോട്ടെണ്ണൽ ദിവസം മാത്രമേ തുറക്കാവൂ. എന്താണ് മെറ്റീരിയൽ റൂം? തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോമുകൾ, ഫോം 17A, 17C, പ്രസീഡിംഗ് ഓഫീസറുടെ ഡയറി, മറ്റ് സ്റ്റാറ്റ്യൂട്ടറി രേഖകൾ എന്നിവ സൂക്ഷിക്കുന്ന ഇടമാണ് മെറ്റീരിയൽ റൂം. പോളിംഗ് കഴിഞ്ഞ ദിവസം പോളിംഗ് യന്ത്രങ്ങൾ പൂർണ്ണമായും സ്റ്റോർ റൂമിലേക്ക് മാറ്റി സീൽ ചെയ്യുന്നതിനൊപ്പം മെറ്റീരിയൽ റൂമും അടയ്ക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനുകളും തെരഞ്ഞെടുപ്പ് രേഖകളും സീൽ ചെയ്ത് സുരക്ഷിതമാക്കേണ്ട ചുമതല പ്രസീഡിംഗ് ഓഫീസർമാർക്കാണ്. പിന്നീട് ഇത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. മെഷീനുകളിൽ സുരക്ഷിതമായി പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കേണ്ട ചുമതലയും റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ്. പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്മേൽ പറയുന്നത്. ചട്ടലംഘനം അടക്കം നടന്നിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. മറന്നുവെച്ച രേഖകൾ എടുക്കാനെന്ന വിശദീകരണം നിയമപരമായി നിലനിൽക്കില്ലെന്നും കമ്മീഷന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന വീഴ്ചയായി മാറിയെന്നും റിപ്പോർട്ടിലുണ്ട്. അടിസ്ഥാന ചട്ടങ്ങൾ പോലും മറന്ന മട്ടിലാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത്. രേഖകൾ സൂക്ഷിച്ച മുറിയാണ് തുറന്നതെന്ന ഉദ്യോഗസ്ഥന്റെ വിശദീകരണം തൃപ്തികരമല്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അറിയിച്ചിരുന്നുവെന്നതും തെളിയിക്കാനായില്ല. വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. എന്നാൽ കളക്ടറുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരനായ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാത്തതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. അത്രയ്ക്ക് സെൻസിറ്റീവ് ഒരു കാര്യത്തിൽ നടപടിയില്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ഈറ്റിലമായ കേരളത്തിൽ ജീവിക്കുക? പൊതുജന മധ്യത്തിലുള്ള സംശയം ദൂരീകരിക്കണം. ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം. ഇപ്പം 72 മണിക്കൂർ കഴിഞ്ഞു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, കളക്ടറെടുത്ത് നിന്ന് ഓരോ സമയത്ത് ഓരോ നിലപാട് വരുന്നു. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷയെക്കുറിച്ച് ഒരു മുന്നണിക്ക് കോടതിയിൽ പോകേണ്ട അവസ്ഥ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. കളക്ടറുടെ നടപടിയിൽ ദുരൂഹത ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാരണം, ഇതൊന്നും തൻ്റെ അറിവോടുകൂടിയല്ല, നടപടി തെറ്റാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞ കളക്ടർ എന്തുകൊണ്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ ഓഫീസർ കളക്ടർക്ക് ഒരു മാറ്റി നിർത്താം? ആ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പാലക്കാട് നെന്മാറയിൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള നീക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇടപെട്ട് തടഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വിശ്വസ്തതയെ ബാധിക്കുന്ന നടപടികളാണ് ഉണ്ടായതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാനമായ ജനഹിതം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം അത്ര എളുപ്പം ആർക്കും തുറക്കാൻ കഴിയുന്നതാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. 2019 തമിഴ്നാട്ടിലെ മധുരയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപം രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ അനുമതിയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥ പ്രവേശിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റാൻ മദ്രാസ് ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടിരുന്നു. ഇലക്ഷൻ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവമാണ്. ആ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവത്തിനിടയിൽ പല തലത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വിവാദമായിട്ടാണ് ഈ സ്ട്രോങ് റൂം വിവാദത്തെയും രാഷ്ട്രീയ കേരളം കാണുന്നതും. അനൂപിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. സ്ട്രോങ് റൂം സ്ട്രോങ് ആയിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉയർന്നു വന്ന വിവാദങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, നടപടി എടുക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത് സംബന്ധിച്ച സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്വമുണ്ട്. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. വിനീത് നാരായണൻകുട്ടി പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശതമാനക്കണക്കുകൾ വന്നോ, അതുമായി ബന്ധപ്പെട്ടാണോ സ്ട്രോങ് റൂം തുറക്കലെന്ന്. ബീന ജയൻ പറയുന്നു, മെയ് 4-നായി വോട്ട് ചെയ്ത എല്ലാവരും കാത്തിരിക്കുന്നു, ഇതൊരു വല്ലാത്ത കാത്തിരിപ്പായി പോയി എന്ന കാര്യം. ഏതായാലും ജനങ്ങൾ കാത്തിരിക്കുക. മെയ് 4-ാം തീയതിക്ക് ഇനി അധിക നാളില്ല. മെയ് 4-നറിയാം കേരളം ആരു ഭരിക്കും എന്ന കാര്യം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.